നമസ്കാരം. ഇന്ന് നമ്മൾ നോക്കുന്നത് ICAR ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റ്സ് ആണ്. അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ, ഫിനാൻസ് ആൻഡ് അക്കൗണ്ട്സ് ഓഫീസർ എന്നീ പോസ്റ്റുകളിലേക്കാണ് ഈ റിക്രൂട്ട്മെൻറ്റ്. സാലറി പേ ലെവൽ 10 ആണ്. എലവൻസ് എല്ലാം ആഡ് ചെയ്യുമ്പോൾ 1 lakhന് അടുത്ത് സാലറി പ്രതീക്ഷിക്കാവുന്ന ഒരു ജോബ് ഓപ്പർച്യൂണിറ്റിയാണ് ഇത്. നമുക്ക് വേക്കൻസി ഡീറ്റെയിൽസ് നോക്കാം. അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറുടെയും ഫിനാൻസ് ആൻഡ് അക്കൗണ്ട്സ് ഓഫീസറുടെയും വേക്കൻസിയാണുള്ളത്. അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറുടെ വേക്കൻസി 44 ആണ്. ജനറൽ കാറ്റഗറിക്ക് 17, EWSന് 4, SCക്ക് 7, STക്ക് 2, OBCക്ക് 14 വേക്കൻസീസ് ഉണ്ട്. നെക്സ്റ്റ് അക്കൗണ്ട്സ് ആൻഡ് ഫിനാൻസ് ആൻഡ് അക്കൗണ്ട്സ് ഓഫീസറുടെ 21 വേക്കൻസീസ് ഉണ്ട്. അത് ജനറൽ കാറ്റഗറിക്ക് 13, EWSന് 2, SCക്ക് 2, STക്ക് വേക്കൻസി ഇല്ല, OBCക്ക് 4 വേക്കൻസീസാണുള്ളത്. നമുക്ക് ഏജ് നോക്കാം. നെക്സ്റ്റ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ നോക്കാം. ഫോർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ ഗ്രാജുവേഷനാണ്. ഈ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള ഒരു ഗ്രാജുവേഷനാണ്. 55% മാർക്ക് ഉണ്ടായിരിക്കണം. വിത്ത് കമ്പ്യൂട്ടർ അവെയർനെസ്സും കൂടെ ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് ഫിനാൻസ് ആൻഡ് അക്കൗണ്ട്സ് ഓഫീസറുടെ ക്വാളിഫിക്കേഷൻ ചോദിക്കുന്നത് യൂണിവേഴ്സിറ്റിയുടെ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള ഗ്രാജുവേഷനാണ്. 55% മാർക്ക് ഉണ്ടായിരിക്കണം. വിത്ത് കമ്പ്യൂട്ടർ അവെയർനെസ്സും ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് നമുക്ക് ഏജ് ലിമിറ്റ് ചോദിക്കുന്നത് 21 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. SC ST കാൻഡിഡേറ്റ്സിനും OBC കാൻഡിഡേറ്റ്സിനും അവരുടേതായ ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. നെക്സ്റ്റ് എക്സാം ഫീ ആണ് പറയുന്നത്. എക്സാം ഫീ വുമൻസിനും SC STക്കും അതുപോലെ ഡിസബിലിറ്റി ഉള്ളവർക്കും പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ഉള്ളവർക്കും എക്സാം ഫീ വരുന്നില്ല. രജിസ്ട്രേഷൻ ഫീ 20 രൂപ മാത്രമേ വരുന്നുള്ളൂ. അല്ലാതെ ജനറൽ കാറ്റഗറി OBC EWS അവർക്ക് എക്സാമിനേഷൻ ഫീ 480 പ്ലസ് രജിസ്ട്രേഷൻ ഫീ 20, ടോട്ടൽ 500 rupees എക്സാമിനേഷൻ ഫീ വരുന്നുണ്ട്. നെക്സ്റ്റ് ഫിനാൻസ് ആൻഡ് അക്കൗണ്ട്സ് ഓഫീസറുടെ പോസ്റ്റിലേക്കുള്ളത് ഈ സെയിം എക്സാം ഫീ തന്നെയാണ് വരുന്നത്. അത് വുമൻസിനും SC STക്കും ഡിസബിലിറ്റി കാൻഡിഡേറ്റ്സിനും രജിസ്ട്രേഷൻ ഫീ മാത്രം മതി. എക്സാമിനേഷൻ ഫീ വേണ്ട. രജിസ്ട്രേഷൻ ഫീ ഓൺലി 20 rupees. നെക്സ്റ്റ് രണ്ടും അപ്ലൈ ചെയ്യുന്നവരാണെങ്കിൽ അക്കൗണ്ട്സ് ഓഫീസറുടെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറുടെയും 2 പോസ്റ്റിലേക്കും അപ്ലൈ ചെയ്യുന്നവരാണെങ്കിൽ വുമൻസിനും SC STക്കും ഡിസബിലിറ്റി ഉള്ളവർക്കും എക്സാം ഫീ വരുന്നില്ല. രജിസ്ട്രേഷൻ ഫീ മാത്രമേ വരുന്നുള്ളൂ, 40 rupees. അല്ലാത്തവരാണെങ്കിൽ 960 rupees എക്സാമിനേഷൻ ഫീയും രജിസ്ട്രേഷൻ ഫീ 40 rupees, ടോട്ടൽ 1000 rupees എക്സാമിനേഷൻ ഫീ വരുന്നുണ്ട്. നെക്സ്റ്റ് സെൻറ്റേഴ്സ് ആണ് ചോദിക്കുന്നത്. സെൻറ്റേഴ്സ് ഓഫ് ദ ടയർ 1 എക്സാം. എക്സാമിനേഷൻ 2, 3 ടൈപ്പ് എക്സാമിനേഷൻ ആണുള്ളത്. ടയർ 1, ടയർ 2. നെക്സ്റ്റ് ഒരു ഇൻ്റർവ്യൂ ആണ് ഉള്ളത്. എക്സാമിനേഷന് കേരളയിൽ സെൻറ്റർ വരുന്നത് കൊച്ചിയിലാണ് സെൻറ്റർ വരുന്നത്. നെക്സ്റ്റ് നമുക്ക് എക്സാം ഡീറ്റെയിൽസ് നോക്കാം. ടയർ 1 എക്സാം ആണെങ്കിൽ ഒബ്ജക്റ്റീവ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടായിരിക്കുക. 200 മാർക്ക്. നമുക്ക് എക്സാം ഡീറ്റെയിൽസ് നോക്കാം. ടയർ 1 എക്സാം ഒബ്ജക്റ്റീവ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. 200 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. സെക്ഷൻ എയിൽ പറഞ്ഞ ജനറൽ നോളജാണ്. സെക്ഷൻ B ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് എബിലിറ്റി. സെക്ഷൻ C അരിത്തമെറ്റിക്കൽ ആൻഡ് ന്യൂമറിക്കൽ എബിലിറ്റി 50 questions. സെക്ഷൻ D നോളജ് കോംപ്രിഹെൻഷൻ ഹിന്ദി ഓർ ഇംഗ്ലീഷ് 50 questions ആണുള്ളത്. നെക്സ്റ്റ് 3 hours ഡ്യൂറേഷനാണ്. നെക്സ്റ്റ്
ടയർ 2 ആണ്. അത് ഡിസ്ക്രിപ്റ്റീവ് എക്സാമിനേഷനാണ്. പേപ്പർ 1-ൽ പറയുന്നത് ജനറൽ അവെയർനെസ് ഓഫ് ഡെവലപ്മെൻറ്റ് ഓഫ് ഇക്കണോമിക്, സോഷ്യൽ, സയൻറ്റിഫിക് ആൻഡ് കൾച്ചറൽ ഫീൽഡ്സ്, ഹിസ്റ്ററി ആൻഡ് ജിയോഗ്രഫി ഓഫ് ഇന്ത്യ ആൻഡ് ദി വേൾഡ്. 150 മാർക്സിനാണ്. പേപ്പർ 2-ൽ പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, പൊളിറ്റി, ഗവേണൻസ്, സോഷ്യൽ ജസ്റ്റിസ്. 150 മാർക്സിനാണ്. പേപ്പർ 3-ൽ പറയുന്നത് എസ്സേ റൈറ്റിംഗ്. നെക്സ്റ്റ് എസ്സേ റൈറ്റിംഗ് 275 ടോട്ടൽ 150 മാർക്സിന്. പേപ്പർ 4-ൽ പറയുന്ന എത്തിക്സ്, ഇൻറ്റഗ്രിറ്റി, ആപ്റ്റിറ്റ്യൂഡ് 150 മാർക്സിനാണ്. ടോട്ടൽ റിട്ടേൺ എക്സാം 60 മാർക്സിനുള്ളതാണ്. നെക്സ്റ്റ് ടയർ 3 ഇൻ്റർവ്യൂ ആണ്. 100 മാർക്സിനുള്ള ഇൻ്റർവ്യൂ ആണ്. ഇതാണ് എക്സാം ഡീറ്റെയിൽസ് പറയുന്നത്. നെക്സ്റ്റ് സിലബസൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നുണ്ട്. അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറുടെ സിലബസൊക്കെ ഡീറ്റെയിൽ ആയി പറയുന്നുണ്ട്. ഇത്രയൊക്കെയാണ് ഈ റിക്രൂട്ട്മെൻറ്റിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. കേന്ദ്ര സർക്കാരിന് കീഴിൽ ഒരു ജോലി ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ്. പിന്നെ ഇങ്ങനെ ക്വാളിഫിക്കേഷൻസ് ഉള്ളവരുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഈ ഒരു വീഡിയോ. അവർക്ക് കൂടെ യൂസ്ഫുൾ ആവട്ടെ. ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമൻസൊക്കെ പറയാം. ഓക്കെ, താങ്ക് യു.